ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എക്കണോമെട്രിക്ക. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് പെട്രോ ഡോളറിനെ കുറിച്ചാണ്. നമുക്കറിയാം 75% ടോട്ടൽ ഗോൾഡ് റിസർവ് എന്ന് പറയുന്നതും അമേരിക്കൻ എക്കണോമിയിലാണ്. ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിന്റെ ആ ഒരു അഡ്വക്കേഷൻ മുഖാന്തരവും മാത്രമല്ല 44 നേഷൻസ് എന്ന് പറയുന്നത് അവരുടെ കറൻസീസ് പെഗ് ചെയ്തിരിക്കുന്നത് ഏതിലായിരുന്നു? ഗോൾഡ് കോയിൻസിലും ആയിരുന്നു. അമേരിക്കയിലുള്ള ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത്, അതായത് സേ ഫോർ എക്സാമ്പിൾ 35 ഔൺസ് എന്ന് പറഞ്ഞാൽ 1 ഔൺസ് ഓഫ് ഗോൾഡിന് തുല്യമായിരുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഡോളർ എന്ന് പറയുന്നതിനെ ഒരു ഇന്റർനാഷണൽ കറൻസി ആയിട്ടായിരുന്നു, കാരണം അത്രത്തോളം ഇൻട്രൻസിക് വാല്യൂ ഉള്ള ഒരു കറൻസി ആയിട്ടായിരുന്നു ഡോളറിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. തന്മൂലം US ഡോളറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്, അതായത് ഇതൊരു ഇന്റർനാഷണൽ കറൻസി ആയതുകൊണ്ട് തന്നെ US ഡോളറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നതായി നമുക്ക് കാണാനായി സാധിച്ചു. സോ എല്ലാവരും എന്ത് സ്റ്റാർട്ട് ചെയ്തു? എല്ലാവരും തങ്ങളുടെ കറൻസി യൂണിറ്റ് എന്ന് പറയുന്നത് ഡോളറിൽ ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ട്രഷറി ബോണ്ട് അമേരിക്ക ഇഷ്യൂ ചെയ്യാനായി തുടങ്ങി. ഈവൻ അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ പോലും ആൾക്കാർ അത് പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറായി. കാരണം ഡോളർ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മൂല്യമുള്ള കറൻസിയാണ്. നോർമലി അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിച്ചു. 1950 കണക്കെടുക്കുന്ന സമയത്ത് 22,000 ടൺ സ്വർണമായിരുന്നു ഉണ്ടായിരുന്നത്. 1970 അത് 10,000 ടണ്ണായി. അതായത് ഈ അമേരിക്കയുടെ കയ്യിലുള്ള ഈ ഒരു ഗോൾഡ് റിസർവ്സ് എന്ന് പറയുന്നത് എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, നമുക്കറിയാം എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് കമോഡിറ്റീസ് വാങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കമോഡിറ്റീസ് എന്ന് പറയുന്നത് കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അതേ സിസ്റ്റം തന്നെയായിരുന്നു അമേരിക്കൻ എക്കണോമിയിലും ടേക്ക് പ്ലേസ് ചെയ്തത്. അമേരിക്കയിൽ എന്ത് സംഭവിച്ചു? അമേരിക്കയിൽ ഇതുപോലെ ഗോൾഡ് കോയിൻസ് ഒരു ഡിമോളിഷിംഗ് ആയിട്ട് തുടങ്ങി. പക്ഷേ ഇവിടെ ഗോൾഡ് റിസർവ്സിന്റെ കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ കൺവേഴ്സേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൺസേർവ് ചെയ്യുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി മാറി. 1970 നിങ്ങൾക്ക് കാണാൻ പറ്റും 1950 22,000 ടൺ സ്വർണം ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1970 അത് 10,000 ടണ്ണായി ചുരുങ്ങിയിരിക്കുന്നു. റിച്ചാർഡ് നിക്സൺ 1970 USA പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ആ സമയത്ത് ഈ ഒരു ഗോൾഡ് റിസർവ് അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് വന്നു. പക്ഷെ എന്നിരുന്നാലും എന്ത് തന്നെയായിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്? നമ്മൾ ഡോളർ എന്ന് പറയുന്നത് റിസർവേഷൻ കറൻസി ആയി തന്നെ എക്സിസ്റ്റ് ചെയ്തു. ക്രൂഡ് ഓയിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചു. സൗദി അറേബ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ അല്ലേ അവരുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ സൗദി അറേബ്യയും എല്ലാ രാജ്യങ്ങളും ഡോളറിൽ തന്നെയായിരുന്നു കൺവേർഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. സോ സൗദി അറേബ്യ 1974 US എക്കോണമിയുമായിട്ട് ഒരു ടൈഅപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അതായത് സൗദിക്ക് ആ സമയത്ത് ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സൗദി അറേബ്യയെ പ്രൊട്ടക്ട് ചെയ്തത് എന്ന് പറയുന്നത് US എക്കോണമി ആയിരുന്നു. ഈ എക്സസ് എമൗണ്ട്, അതായത് ക്രൂഡ് ഓയിൽ നിന്നും കിട്ടുന്ന, അവിടെ ഒരു എഗ്രിമെന്റ് പോസ്റ്റുലേറ്റ് ചെയ്യാണ്, ഈ ക്രൂഡ് ഓയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് ഈ സൗദി അറേബ്യ എന്തില് പാർക്ക് ചെയ്യണമായിരുന്നു? ദേ നീഡ് ടു പാർക്ക് ദാറ്റ് എക്സസ് എമൗണ്ട് ഇൻ അമേരിക്കൻ ട്രഷറി ബോണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ആ ഒരു സിസ്റ്റമാണ് ആക്ച്വലി പെട്രോ ഡോളർ സിസ്റ്റത്തിന് ആ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. 30% ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും സൗദി അണ്ടർടേക്ക് ചെയ്തു. ലേറ്റർ എല്ലാ തരത്തിലുള്ള ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസിംഗ് കൺട്രീസും ഡോളറിൽ തന്നെ അവരുടെ കറൻസീസ് പെഗ് ചെയ്യാനായിട്ടും ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ടും ആരംഭിച്ചു. തന്മൂലം US ഡോളറിന്റെയും ട്രഷറി മാർക്കറ്റിന്റെയും എന്ത് സംഭവിച്ചു? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജൂൺ 9, 2024 ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ടെർമിനേറ്റഡ് ആവുകയാണ്. അപ്പൊ സൗദി അറേബ്യ പറയാം, ഞങ്ങൾ ഇനി ഇത് പുതുക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനായിട്ടുള്ള കാരണങ്ങളുണ്ട്. സോ വി ആർ നോട്ട് ഗോയിങ് ടു again reformulate this particular agreement. കാരണം
ഇപ്പൊ സൗദി അറേബ്യയുടെ കണ്ടീഷനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് സൗദിക്ക് ട്രേഡ് പാർട്ട്നേഴ്സിൽ ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. പണ്ട് മെജോറിറ്റി ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നതും US എക്കോണമി ആയിരുന്നെങ്കിൽ ഇന്ന് അവരുടെ ട്രേഡിംഗ് പാർട്ട്ണറിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് ചൈനയായിട്ട് മാറിയിരിക്കുന്നു. ഏകദേശം $83 ബില്യൺ ആണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രൂഡ് ഓയിലുമായി റിലേറ്റ് ചെയ്ത പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോകുന്നത്. ചൈനയുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ, സൗദിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് 77% ആയിരുന്നു. ഈ ഒരു കാര്യമാണ് ഡീഡോളറൈസേഷൻ എന്ന് പറയുന്ന ടെൻഡൻസിയിലേക്കും നയിച്ചത്. വേൾഡ് റിസർവ് കറൻസി US ഡോളർ ഡിക്ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അമേരിക്കൻ കറൻസി ഹ്യൂജ് ആയിട്ട് പ്രിന്റിംഗ് ഓഫ് കറൻസീസ് അണ്ടർടേക്ക് ചെയ്യുന്നു. എന്തിനാണ്? പമ്പ് പ്രൈമിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വരുന്ന സമയത്ത് they print more currencies and that would result in pump priming. പക്ഷേ അത് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ ഇറ്റ് ഈസ് ഓക്കെ അല്ലേ, ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാ. പക്ഷേ എന്തും അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലമാ. പക്ഷെ US ഡോളറിനെ സംബന്ധിച്ച് അത്രയും വലിയ ക്രൈസിസ് വരില്ല. കാരണം എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു കറൻസി, ഇന്റർനാഷണൽ കറൻസിയാണ് ഈ ഡോളർ എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ കണ്ടതാണ്. ഇനി ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കറൻസി ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നു. വേൾഡിലെ 55% റിസർവ് കറൻസി അല്ലെങ്കിൽ 58% റിസർവ് കറൻസി എന്ന് പറയുന്നത് സ്റ്റിൽ US ഡോളറിലാണ്. പക്ഷെ എന്നിരുന്നാലും സൗദി തീരുമാനിക്കുകയാണ് വി ആർ നോട്ട് ഗോയിങ് ടു എക്സ്റ്റെൻഡ് ദിസ് പെർട്ടിക്കുലർ അഗ്രിമെന്റ്. ഒരുപക്ഷെ റഷ്യ ഉക്രൈൻ വാർ ആയിരിക്കാം അതിന്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്രൈസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവരുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നതിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അതായത് പാർട്ട്ണറിൽ ഇപ്പൊ കൂടുതലായിട്ടും ചൈനയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എന്തിനുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത്, ഒരു ഡീ ഡോളറൈസേഷനിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും എന്താണ് പെട്രോ ഡോളർ ഇഷ്യൂ എന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.